നാരായണൻകുട്ടി സിംഗിൾ ആണോ? അല്ല, ഞാൻ കമ്മിറ്റഡ് ആണ്. ആൾക്കാർക്ക് ഒരു കോഴിയെന്ന് വിചാരിക്കോ കോഴിയാണ്. ഇന്നലെ കന്യാകുമാരി ഞാൻ സെലക്ട് ചെയ്ത വളയാണിത്. അതിന്റെ ഇടയിൽ കൂടെ എന്തുവാടാ? നോ ബോഡി ടച്ചിങ്. എന്റെ സഹോദരനാണ് അവൻ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വർക്കലയിലാണുള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയുണ്ട്. ബാസിത് വേൾഡ് ഉണ്ട്, ഇത് ഗ്ലാമി ഗംഗയുണ്ട്, കുട്ടി ഷാജി ഉണ്ട്, ക്യാമറാമാൻ ഉണ്ട്. ക്യാമറാമാൻ ഇന്ന് ക്യാമറയുടെ പുറകിൽ നിന്നും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം വന്ന് ഇവിടെ കിടന്ന് അടിച്ച് പൊളിച്ച് മറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നേരമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ട് പോയാ. ഓക്കെ, ഞാനുണ്ട്. ഇപ്പൊ ബാസിത്തായി. എടാ എന്തുവാണ് അതെ. അപ്പൊ നമുക്കിനി വർക്കലയിലോട്ട് പോവാം. ഓക്കെ, വളരെയധികം കഷ്ടപ്പെട്ട് കാറ് പാർക്ക് ചെയ്ത് ഈ ചെറ്റ പറഞ്ഞ് എന്തോടാ IPL കളിക്കാൻ സ്ഥലം ഉണ്ടോ? അല്ലേടാ, ഇവിടെ ഒരു ഇഞ്ചില്ല, ഒരു ഇഞ്ച് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. ഫോറിനർ കഞ്ഞിക്കുഴി ചേർത്തലയില്ല. അങ്ങനെ വർക്കല ക്ലിഫിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഓൺ ടൈമിൽ ഞാൻ കൊണ്ടെത്തിച്ചില്ലേ നിനക്കിനി? നിന്നല്ലേ വിഷ്ണു, നമുക്ക് ഒറ്റയ്ക്ക് ഓടും. എന്തൊരു ഇനി നിനക്ക് സൂര്യനെ കണ്ടെന്തോക്കെ പറയണ്ടേ? സൂര്യനെ കണ്ടെന്തോ പറയണ്ടേ? സൂര്യനോട് എന്തൊക്കെയാ പറയണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. നോക്കട്ടെ എന്തൊക്കെയാ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇതുപോലെ വർക്കല ക്ലിഫിൽ വരുന്നത്. എൻ്റെ അപ്പൂനെ ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് പോയിക്കേ, എന്ത് രസം നോക്കിയേ. ഇവന്മാരിവിടെ മാറിയും തിരിഞ്ഞും വ്ലോഗിങ് കേട്ടോ. 1 2 ഇനിയിപ്പോ ഫോൺ എടുത്തോണ്ട് ഇറങ്ങും. ഇഷ്ടപ്പെട്ട അടി വർക്കല്ല. നീ ആദ്യമായിട്ടില്ലേ വരണ? അപ്പൊ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ആദ്യമായിട്ട് വർക്കല ബീച്ചിൽ വന്ന എന്റെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര മോശമാണ് സത്യം. ചാനലിന് ട്രിവാൻഡ്രം ഡയറീസ് എന്നാണ് പേരിട്ടേക്കണം. പക്ഷേ എങ്കില് എന്തോ അറിയത്തില്ല, മുട്ടം പണി കിട്ടി. ഒരു കാലവും ഇല്ലാതെ എന്റെ പുതിയ ജാക്കറ്റ്, ഇതെന്റെ വ്യൂമല്ലേടാ, ഒരു കാലം ഇല്ലാതെ എന്റെ പുതിയ ജാക്ക് ആൻഡ് ജോൺസ് ഇട്ടും കൊണ്ടുവന്ന് അതിന്റെ കൂടെ സോക്സും കൂടെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എന്തൊരു അവസ്ഥ നോക്കിയാണ്. എന്റെ പുതിയ പാന്റ്, പുതിയ ഷർട്ട്, എന്റെ പുതിയ ജാക്ക് ആൻഡ് ജോൺസ്. അയ്യോ, ഇതാണ്. ഇത് നൈസ് ആയിട്ടുണ്ട് കേട്ടോ. നാരായണൻകുട്ടി വാ, നിന്റെ വേണ്ട. നീ മുങ്ങിയാ പേടിക്കുക വേണ്ട. നാരായണൻകുട്ടി റെഡിയാണ് മുങ്ങാൻ വേണ്ടി. നാരായണൻകുട്ടി കാത്ത് നീക്കിയാണ് എടുക്കാൻ വേണ്ടിട്ട്. എടുത്തോണ്ടോണെന്ന് നാരായണൻ തൊട്ടി. അതിന്റെ ഒരാവശ്യവും ഇല്ല. അവള് മുങ്ങണമെങ്കിൽ മുങ്ങട്ട്, നമ്മള് മുങ്ങണ്ട. അവള് മുങ്ങിയാ മതി. നാരായണൻകുട്ടി പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഗംഗയെന്ന് മുങ്ങിയിരുന്നെങ്കിൽ മുങ്ങി തപ്പി എടുക്കായിരുന്നു. മടക്കി വെച്ചിട്ട് അത് മൊത്തം നനച്ച് ഇത് എന്ത് കോപ്പിന് നമ്മൾ അവിടുന്ന് മടക്കിയത്? അരമണിക്കൂർ നിന്ന് മടക്കായിരുന്നു. 10 മിനിറ്റ് ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? എടാ, വ്ളോഗിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഗൈസ്. അപ്പൊ എന്തായാലും എന്റെ ചാനൽ മാത്രം നോക്കരുത്, നാരായണൻകുട്ടിയും അതുപോലെ തന്നെ ബാസത്തിന്റെയും കൂടെ ചാനലിലൂടെ നോക്കിയിട്ട് എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്യുക. അത് ഗംഗയുണ്ട്. നിനക്കൊക്കെ സൂം ചെയ്യാൻ പറ്റും. ഗോപുരം ആയതുകൊണ്ട് എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പോയാലും കണ്ടന്റ് ക്ഷാമം ഒന്നും വരത്തില്ല അല്ലേ നിനക്ക്? പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതാണ് ഈ കാണുന്നത്. അവിടെ ഷെഡ്യൂളിങ്, ഇവിടെ ഫോട്ടോഗ്രാഫി, ഇവിടെ എന്താണോ തേങ്ങയെന്ന് അറിഞ്ഞൂടാതെ തേരാപ്പാര നടക്കുന്നത് അല്ലേ? നമുക്ക് ബോഡി ഗാർഡ്. നാരായണൻകുട്ടി എങ്ങനെയാടാ? ഗംഗ എങ്ങനെയാണ്? ഗെറ്റ് റെഡി ഫോർ മീ. നമ്മളിത് വർക്കല ബീച്ചിൽ ആദ്യമേ
സൺസ്ക്രീൻ. അത് ഞാൻ കണ്ണെഴുതി എടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, ഇനി ഞാൻ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ഹൈ മുടി ഞാൻ ഇങ്ങനെ ഇട്ടിങ്ങനെ. എവിടെ നിങ്ങൾക്ക് അറിയാം എല്ലാ പെണ്ണുങ്ങളെ കാര്യം അവന് അടിപൊളിയായിട്ട് അറിയാം എല്ലാ പെണ്ണുങ്ങളെ കാര്യം. ഇന്നലെ നോക്ക്, ഇന്നലെ കന്യാകുമാരി പോയപ്പോ ഞാൻ സെലക്ട് ചെയ്ത വളയാണിത്. ഇത്രയും വർഷമായി നമ്മളെ കൂടെ അടക്കണേ. നമുക്കൊരു മുട്ടായി വാങ്ങിച്ചു നീ എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? നീ പെരുന്നാളിൽ ബിരിയാണി വേറെ എന്ത് വാങ്ങിച്ചിട്ടുണ്ടാ? പെരുന്നാൾ ബിരിയാണി തരുന്നതന്നെ വലിയ സ്നേഹമാണ്ടാ. അതിന്റെ ഇടയിൽ കൂടെ എന്തുവാടാ? നോ ബോഡി ടച്ചിങ്. എന്റെ സഹോദരനാണ് അവൻ. കണ്ടോ സഹോദരന് അവിടെ കിടന്നു. എവിടാ അവിടെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോ സഹോദരൻ എന്ന് പറഞ്ഞപ്പോ അവൻ ചാടി ചാവാൻ പോണത്. ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവം ഉണ്ട്. അപ്പം മച്ചാ ഒരു ക്യൂട്ട് കുട്ടി നമുക്ക് ഒന്ന് മുട്ടി നോക്കാം. ഒരു കുട്ടി മുട്ടി നോക്കാം. ഹൈ കുട്ടി. എന്റെ പൊന്നിന് എനിക്ക് ഹൈ കുട്ടി. കുട്ടി സിംഗിൾ ആണോ? അല്ല, ഞാൻ കമ്മിറ്റഡ് ആണ്. അങ്ങനെ പറഞ്ഞ എന്റെ കൊച്ചു സിംഗിൾ ആണെന്ന് ചോദിച്ചാരടാ. ആങ്ങളെ വന്ന് നീ നിനക്ക് സൂര്യനെ കണ്ട നിനക്കൊന്നും പറയാനില്ലേ? സൂര്യനോട് എണ്ണി ചോദിക്കും. എണ്ണി ചോദിക്കും. പോയി എണ്ണി എന്തൊക്കെയാ ചോദിച്ചത്? അവളുടെ കണ്ടന്റ് വന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോളൂ. എന്താ ചോദിച്ചേ? അറിയില്ല. ഞാൻ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഇതൊന്നും ശരിയായി കൊടുക്കണേന്ന് പറഞ്ഞു. സൺസ്ക്രീന് കുറയ്ക്കാൻ വേണ്ടിട്ട് അല്ലേ? ചൂടത്ത് വെളിയിറങ്ങാത്ത ഒരു ഫ്രണ്ട് ഉണ്ട്. ആര് പേരെന്തോ? പേരൊന്നും പറയില്ല. എന്താണോ അവിടെ കാണിക്കുന്നത്? പല പെൺകുട്ടിയിലെ നാരായണൻകുട്ടി ഇങ്ങനെയാണ് കുഴിച്ചടിച്ചിട്ടുള്ളത്. ചേർത്തല കഞ്ഞിക്കുഴിയിൽ ഐഡിയ ആൾക്കാർക്ക് ഒരു കോഴിയെന്ന് വിചാരിക്കോ കോഴിയാണ്? അല്ല, അല്ലെങ്കിലും ഏട്ടനെ പറഞ്ഞ പെങ്ങൾക്ക് നോവും. കോഴിയാണെന്ന് വിചാരിക്കുമെന്ന് ചിലപ്പോ വിചാരിച്ചോളൂ. നിന്റെ ഉള്ളിലുള്ള മോഹങ്ങളൊന്നും വേണ്ട പുറത്തോട്ട് കൂടുതലൊന്നും. എവിടെ പോയാലും ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ നിറങ്ങി വരികയാണല്ലോ. ബോഡി ഗാർഡ്സ് എന്റെ ഫാൻസ് ഒന്നുമില്ല ഗൈസ്, എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഫാമിലി മെമ്പേഴ്സ് ഒന്ന് കൊണ്ടുപോകണം. ഫാമിലിയെ വിളിച്ചോണ്ട് ഐസ്ക്രീം മേടിച്ചോണ്ട് പിള്ളേർക്ക്. അങ്ങനെ ഇത്രയും ദൂരം നടത്തി തുലാച്ചെച്ച ഇവിടം വരെ കൊണ്ടുവന്നപ്പം ഇവിടെ അകത്ത് കയറാനായിട്ട് കയറാൻ പറ്റുന്നില്ല. ഇവിടെ അകത്ത് കയറാനായിട്ട് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ നീയൊന്നും മൂഞ്ചിക്കരുത്. അമ്മേ, അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഇവിടം വരെ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഞങ്ങൾ. ഇനി ഏതെങ്കിലും ചെറിയ ഷോപ്പ് കിട്ടി അല്ലെ ഈ പറയുന്ന സ്ഥലത്ത് കയറണ്ട കേട്ടോ. അവിടെ ഭയങ്കര വെയിറ്റിംഗ്. ദാഹിച്ച് വലഞ്ഞ് തൊണ്ട ഒന്ന് നനയ്ക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കിവിടെ കാണിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് ടോപ്പ് മേടിച്ചവള്. ഇതാണ് നിങ്ങളുടെ ബ്യൂട്ടി വ്ളോഗർ ഗ്ലാമി ഗംഗ. അങ്ങനെ നടന്ന് കാറിനകത്തെത്തി. ഇനി നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അളിയാ മരിച്ചില്ലേ നീ? സത്യമായിട്ട് ഒരു പരിപാടിയാ. എനിക്കിങ്ങനെ വീടെത്തിയാൽ വേണ്ടേ? പക്ഷെ ഇവള് വേർത്തില്ല. ഞാൻ മോൻ കഴിയായിരുന്നു. ഞാൻ ഫുള്ള് പുട്ടി അടിച്ചോണ്ടാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ടെറസ് ബൈ മെക്കാവില് എത്തി നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ടെറസിൽ വരുന്നത്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാതെ പോയി. അങ്ങനെ ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചിക്കൻ ലവേഴ്സ് ആയതുകൊണ്ട്, പിന്നെ എനിക്ക് ഗ്രില്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഗ്രില്ലാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്ന കേട്ടിട്ട് ഇവനത് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഓൾറെഡി ബീഫ് സ്റ്റീക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ബീഫ് സ്റ്റീക്ക് കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമായത് കൊണ്ടുമാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർക്ക് ബീഫ് സ്റ്റീക്കും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വരട്ടെ. വേണമെങ്കിൽ നീ ഇപ്പോഴും ഔട്ടർ എടുത്തു 9% വലിയ ബേറ്റുള്ളൂ. അതിന് ആവശ്യമില്ല, വീട്ടിൽ പോയാലും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഞങ്ങൾ നല്ല മാച്ചില്ല വൈറ്റമിൻ കാറിൽ കയറിയ സമയം മുതൽ തുടങ്ങിയ സംഭവമാണ്. എന്തിനാണോ ഇങ്ങനെ പറഞ്ഞു വരുത്തി തീർക്കാൻ അങ്ങ് നോക്കിയാണ്. എന്തിനാണോ എന്ത് സുഖം നിനക്ക് മരുന്ന് തീർക്കട്ടാ, എന്നാലും ഞങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റത്തുള്ളൂ. എടുത്ത കുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ തന്നെടി ബീഫ് സ്റ്റീക്ക്. നീ എന്തുകൊണ്ടാ ബീഫ് സ്റ്റീക്ക് കഴിക്കണമെന്ന് പറഞ്ഞത്? ഓ അങ്ങനെ കഴിച്ചാണ് നോക്കട്ടെ. കട്ട് ചെയ്ത് കഴിക്കാമല്ലോ. എന്നാ തുട കാണിച്ചു തരാം.
ഫോർക്ക് ഒഴിക്കലും റൈറ്റ് ഹാൻഡിലല്ല പിടിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡിലാണ് പിടിക്കുന്നത്. പിടിക്കുമ്പോഴാണ് ഇല്ല ഇല്ല ഇല്ല. സംഭവം അറിയാമോ? ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് തെറ്റിപ്പോഴാണ്. അയച്ചടാ, അയ്യോ ഇവിടെ ഇരുന്ന് അങ്ങ് ചളി വാരി പൂശണ്. ഞാനും ഇവന്മാരും എല്ലാം ഓർഡർ ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ BBQ വന്നിട്ടുണ്ട്. എടാ എന്തുവാടാ നിനക്ക് സ്വന്തമായിട്ട് ഫുഡ് വന്നില്ലടാ, പിന്നെ എന്തിനാ അവിടെ നിന്ന് കയറി കഴിക്കുന്ന നാണം ഇല്ലാത്തവനെ? എന്റെ ഗംഗുവിന്റെ ഫുഡ് ഞാനും കഴിക്കും. ഗംഗുവാ? ഓ അളിയ എടേ ഫുഡ് വന്നു, ഇനിയിപ്പം എന്തുവാ കഴിച്ചിട്ട് വരാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇതൊന്ന് കാണിച്ചോ ഫോർക്ക്. ഇതെന്തോ ഈ ചുമ വന്നിരിക്കുന്നത്, അത് അതിനകത്തുള്ളതല്ലോ. നിന്റെ ചുണ്ടിന്നായതല്ലേ ഇത്? ക്യൂട്ടി ക്യൂട്ടി ബ്യൂട്ടിയാണ്. ക്യൂട്ട്നെസ് എനിക്കുള്ളതാണ്. ഓക്കെ, ഐ ആം ദ ക്യൂട്ട്. ഫുഡ് കഴിക്കണോണ്ട് ഞാനൊന്നും ബാക്കിയൊന്നും പറയുന്നില്ല. ചിക്കൻ ഗ്രിൽ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അടിപൊളിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഗാർലിക് ഗ്രില്ല് അടിപൊളിയാണ്. ആ ഒരു കോമ്പോ സെറ്റാണ്. നിനക്ക് ഇഷ്ടമായോടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുള്ള് കഴിച്ച് ഇനി അതിലൊന്നും ഇല്ല. കുട്ടി നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവനങ്ങ് അവസരം അങ്ങ് മുതലെടുക്കുകയാണ് അല്ലേ കിട്ടുന്നതെല്ലാം. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തെറ്റിദ്ധരിക്കുക, ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. ഈ തെണ്ടികൾ പറഞ്ഞു പറഞ്ഞാണ് ഇങ്ങനെ ആക്കിയത്. അങ്ങനെയല്ല, ഞങ്ങൾ അടുത്ത ദിവസം ഒളിച്ചോടാൻ പോയി. ഞങ്ങളില്ല. പിന്നെ ബീഫ് സ്റ്റീക്ക് കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് ബീഫ് സ്റ്റീക്കിനേക്കാൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടു. വഴുതിരിഞ്ഞിരിക്കുമല്ലേ? എന്റെ സൈഡിൽ ഇരുന്ന കോളിഫ്ലവർ. കോളിഫ്ലവർ അല്ലടാ, ക്വാളിറ്റിയുള്ള ഇടത്തെ സൈഡിലിരുന്ന ഒരു കേബേജ് അല്ലേ? എന്തായാലും നിന്റെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ ഇടിച്ചു പിടിക്കണം.